ഒരു 40 വയസ്സുകാരനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? എന്നാൽ ആ പ്രതീക്ഷകൾക്കും അപ്പുറമാണ് അയാൾ നൽകുന്നതെങ്കിലോ? പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് തന്നെയാണ്. അത് ഇന്ന് തൻ്റെ 40-ാം വയസ്സിലും അയാൾ കാണിക്കുന്ന കളിയുടെ മികവ് ലോക ഫുട്ബോളിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്നലെ നടന്ന അൽ നസറിന്റെ മത്സരത്തിൽ അയാൾ നേടിയ ബൈസിക്കിൾ കിക്ക് ഗോൾ, എങ്ങനെയാണ് ആ ഗോളിനെ വർണ്ണിക്കുക? ഈ ഒരു ഏജിൽ അയാൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളുടെ വീര്യം ഞാൻ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അൽ നസർ വിസ് അൽ ഖലീജ് മത്സരം തുടങ്ങി ആദ്യം തന്നെ ജാ ഫെലിക്സിലൂടെ ഒരു ഗോൾ നേടുന്നു. എന്നാൽ പിന്നീട് ആ ഗോൾ നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മറ്റൊരു അൽ നസറിന്റെ മുന്നേറ്റത്തിലൂടെ ജാ ഫെലിക്സ് അൽ നസറിന് വേണ്ടി മത്സരത്തിലെ ആദ്യ ഗോൾ നേടുന്നു. വീണ്ടും മത്സരത്തിന്റെ 41-ാം മിനിറ്റിൽ ജാ ഫെലിക്സിന്റെ അസിസ്റ്റിലൂടെ വീണ്ടും അൽ നസർ ഗോൾ നേടുന്നു. അങ്ങനെ മത്സരത്തിൽ 2-0 എന്ന സ്കോറിൽ അൽ നസർ മുൻപിട്ട് നിൽക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നു. 2 ഗോളിന്റെ ലീഡിൽ അൽ നസർ തന്നെയാണ് മുൻപിട്ട് നിൽക്കുന്നത്. രണ്ടാം പകുതി ആരംഭിച്ച് മത്സരത്തിന്റെ 46 മിനിറ്റിൽ അൽ ഖലീജ് താരത്തിന്റെ മികച്ചൊരു മുന്നേറ്റത്തിലൂടെ അയാൾ ഗോൾ നേടുന്നു. മത്സരത്തിൽ തിരിച്ചുവരവിനായി അവർ ഒരു ഗോൾ നേടിയിരിക്കുന്നു. 2-1 എന്ന സ്കോറിൽ മത്സരം പുനരാരംഭിക്കുന്നു. അതിനുശേഷം മത്സരത്തിൽ അൽ നസറിന് വേണ്ടി സാദിയോ മാനയുടെ മികച്ചൊരു ഗോൾ നമുക്ക് കാണാം. മത്സരത്തിലെ 3-ാമത്തെ ഗോൾ സാദിയോ മാനയുടെ കാലിലൂടെ തന്നെ ഗോൾ നേടിയിരിക്കുന്നു. മത്സരത്തിന്റെ 87-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ നേടുന്നു. എന്നാൽ അത് ഓഫ്സൈഡ് വിളിച്ച് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മത്സരത്തിന്റെ 95-ാം മിനിറ്റ് അൽ നസർ താരം ബോളുമായി വരുന്നു. അത് അൽ ഖലീജ് പോസ്റ്റിലേക്ക് മികച്ചൊരു ക്രോസ് നൽകുന്നു. അൽ ഖലീജ് ഡിഫൻഡർ ഹെഡ് ചെയ്തുകൊണ്ട് അത് ഡിഫൻഡ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു 40 വയസ്സുകാരൻ അത് ഹെഡ് ചെയ്യുകയല്ലാതെ വേറെന്ത് ചെയ്യാനാണ്? എന്നാൽ അവിടെയാണ് അയാൾക്ക് തെറ്റിയത്. പിന്നീടുണ്ടായത് അത്ഭുതവും അതുപോലെ രോമാഞ്ചവുമാണ്. ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനോയുടെ മികച്ചൊരു ബൈസിക്കിൾ കിക്ക് അത് ലക്ഷ്യം കാണുന്നു. മത്സരത്തിലെ 4-ാമത്തെ ഗോൾ ആ വയസ്സനായ 40-കാരൻ്റെ കാലിലൂടെ തന്നെ വന്നിരിക്കുന്നു. അതും ഇന്ന് വെറും 30-കാർക്ക് പോലും കഴിയാത്ത വിധം അത്ഭുതപ്പെടുത്തുന്ന ഗോൾ തന്നെ. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയുക? ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാളുടെ കാലിൽ നിന്നും ഇത്ര മികച്ച ഗോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. വിമർശകരെല്ലാവരും ചുറ്റിൽ നിന്നും അയാളെ കൊത്തി തീർക്കാൻ നോക്കും. അതെ, വിമർശകർ കളിയാക്കിയും അയാളെ വിമർശിച്ചും കൊണ്ടേയിരിക്കും. എങ്കിലും അയാളെ ഒരിക്കലും തളർത്താൻ കഴിയില്ല. എല്ലാവർക്കും ഓൺ ദ സ്പോട്ടിൽ തന്നെ അയാൾ ഒരു ചുട്ട മറുപടി നൽകാറുണ്ട്. തൻ്റെ ആരാധകരെ ആരുടെ മുമ്പിലും തലകുനിച്ചു നിർത്താൻ അയാൾ സമ്മതിക്കാറില്ല. ഇന്ന് തൻ്റെ 40-ാം വയസ്സിൽ ഇങ്ങനൊരു ഗോൾ നേടുക എന്നത് അസാമാന്യമായ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അയാളെ എത്ര വേണമെങ്കിലും പരിഹസിക്കാം, എത്ര വേണമെങ്കിലും തളർത്താൻ നോക്കാം, പക്ഷെ അയാൾ ഒരിക്കലും തളരില്ല. ഒരുപാട് പരിഹാസങ്ങളിൽ നിന്നും ഒരുപാട് തളർത്തലുകളിൽ നിന്നും ഉയർന്നു വന്ന ചരിത്രമാണ് അയാൾക്കുള്ളത്. ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അടിച്ചമർത്താൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട്. എന്നിട്ടും അവസാനം അയാൾ തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. ഒരു 40-കാരൻ്റെ വീര്യമല്ല അയാൾക്കുള്ളത്. അതുകൊണ്ട് അയാളെ വിമർശിക്കുന്നവരും അയാളെ കളിയാക്കുന്നവരും ഒന്നോർക്കുക, അതൊരു തീയാണ്. നിങ്ങളുടെ വിമർശനങ്ങളെ ഊർജ്ജമാക്കിയെടുത്ത് ആളിക്കത്തുന്ന ഒരു തീ.